ഇട്ടു തുടങ്ങിയോ? അമ്മേ, ഓണത്തിന് എന്തിനാ നമ്മൾ അത്തപ്പൂക്കളം ഇടുന്നേ? അതേ, പണ്ട് മഹാബലി എന്ന് പറയുന്നൊരു രാജാവുണ്ടായിരുന്നു, അതറിയോ? ആ. വർഷത്തിലൊരിക്കൽ നമ്മെ കാണാൻ വരുന്ന മഹാബലിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എല്ലാം വൃത്തിയാക്കി അത്തപ്പൂക്കളം ഇടുന്നത്. അത്തം 10 തിരുവോണമെന്ന. ഇന്ന് അത്തം നാളെ. ഇന്നേക്ക് 10-ാം ദിവസം തിരുവോണം. അന്നാ മഹാബലി വരുന്നത്. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഒരു തട്ട് പൂക്കളിട്ടാൽ മതി. പിന്നെ കൂട്ടി 10-ാം നാൾ തിരുവോണത്തിന്റെ അന്ന് 10 തട്ട് പൂക്കളിടണം. അല്ല മോളെ, അവനെന്തി എഴുന്നേറ്റില്ലേ ഇതുവരെ? ഇല്ല, ഞാൻ ചായ കൊണ്ടുവന്ന് വെച്ചിട്ടാ പോകുന്നത്. ഇപ്പൊ എഴുന്നേറ്റ് കാണുമായിരിക്കും. നീ എങ്ങോട്ടാ ഈ രാവിലെ? കണ്ടോ വച്ചാ, ഇതാ ഇപ്പോഴത്തെ രീതി. ഒന്നും ചോദിച്ചാൽ പറയുകയുമില്ല, മിണ്ടുന്നതിനൊക്കെ ദേഷ്യവും. വന്ന് അവൻ ഒരു നേരവും വീട്ടിലിരിക്കാതെയായി. കഴിഞ്ഞ ക്രോസ് വിസ്താരം. ഇനി എനിക്ക് പോകാമല്ലോ, കുറെ അന്വേഷണക്കാർ വന്നേക്കുന്നു. ഇവന്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ട എല്ലാത്തിനും കാരണം. കർമ്മദോഷം, അല്ലാതെ എന്ത് പറയാനാ? ഒന്നുമല്ല, എന്റെ വിധി, അല്ലാതെന്താ. അല്ല, ആരിത് മത്തായിയോ? കണ്ടിട്ടേ കാലം കുറേ ആയി. ആരോടൊക്കെ തിരക്കി? ഇവിടെ ഇപ്പോൾ പഴയതുപോലെ ജോലിയൊന്നും ഇല്ലല്ലോ. പിന്നെ വല്ലപ്പോഴും വന്ന് ഒരു തേങ്ങ ഇടണം. അത് പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഓണം ഇങ്ങ് എത്താറായി. പിള്ളേരൊക്കെ വരും. നമുക്കൊരു ഊഞ്ഞാല് കെട്ടണ്ടായോ? പിന്നെ ശിശുകുഞ്ഞിൻ്റെ കാലം തൊട്ടേ ഞാനല്ലേ ഇവിടെ ഊഞ്ഞാല് കെട്ടുന്നത്. കുഞ്ഞിൻ്റെ കുഞ്ഞിനും ഞാൻ തന്നെ ഊഞ്ഞാല് കെട്ടും. അതിനും വേണ്ട മാഷേ ഒരു ഭാഗ്യമൊക്കെ. പിന്നെ അല്ല, അനക്കമൊന്നും കേൾക്കുന്നില്ല. ആരും വന്നില്ലേ? വരും. ഓണത്തിന് ഇനി ഒരാഴ്ച കൂടി ഇല്ലേ? എല്ലാരും വരും. ഈ കൊല്ലവും നമ്മുടെ മോഹൻഡനെ തന്നെ കിട്ടാലോ. അത് ശരിയാ. കേട്ടോ, മത്തായി വന്നിട്ടുണ്ട്. വേണ്ട, നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. അനിയ, അവന് വരാൻ കഴിയും. ഹലോ, പറയടാ. നീ തന്നെയല്ലേ തീരുമാനിച്ചേ? എടാ, വല്ലപ്പോഴും ആ കൊച്ചുങ്ങളെ ഒന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ. ഓ ശരി, അപ്പൊ നിന്റെ പെങ്ങളും വരുന്നില്ലേ? എന്നാന്ന് വെച്ചാ ചെയ്യ്. അവർക്ക് വരാൻ കഴിയില്ലല്ലേ? അവർക്കൊക്കെ അവരുടെ കാര്യമോ വലുത്. അവക്കും വരാൻ പറ്റത്തില്ലെന്ന്. അനിതയ്ക്ക് അവിടെ പിള്ളേർക്ക് പരീക്ഷയാണ്. ഇനി നീ ആ അബിയെ ഒന്ന് വിളിച്ചേ. അവള് വരുമല്ലോന്നറിയാലോ. ശരി. മത്തായിയെ, അത് അപ്പുറത്തായാലും കുഴപ്പമില്ല കേട്ടോ. ഹലോ മോളെ. ഹലോ, അമ്മ ഇങ്ങനെ ഷൂട്ടില്ല, തിരിച്ചു വിളിച്ചോളാം.
അർജുൻ, ഞാൻ റെഡി. ഓക്കെ. നഗരത്തിലെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ പരിസരത്ത് നിന്നും ഓപ്പറേഷൻ തുഫാൻ പ്രകാരം പോലീസ് കസ്റ്റഡിയിലെടുത്ത 4 യുവാക്കളെയാണ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്നും 4 കിലോ കഞ്ചാവും 200 ഗ്രാം MDMAയും അടക്കം വലിയൊരു മയക്കുമരുന്ന് വേട്ടയാണ് ഇന്ന് നടന്നത്. എന്നാൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ മയക്കുമരുന്ന് റാക്കറ്റിലെ ചെറു കണ്ണികൾ മാത്രമാണ് ഇവർ എന്നാണ് പോലീസ് പറയുന്നത്. ഇതിന് പിന്നിൽ വൻ തോക്കുകളുടെ ബന്ധമുണ്ടെന്ന് നാട്ടുകാരും വിശ്വസിക്കുന്നു. ഏതായാലും സർക്കാരിന്റെ പുതിയ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ പ്രകാരം സംസ്ഥാനത്ത് ഇതേവരെ 20,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തതായി കണക്കുകൾ കാണിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോകുന്നവരും നിരവധിയാണ്. ഈ വിഷയത്തിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തിൽ സജീവമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അവർ വളരെ സജീവമായി തന്നെ നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെയും തകർക്കാൻ രംഗത്തിറങ്ങിയിരിക്കും. ഈ ലഹരി മാഫിയയുടെ നടുവൊടിക്കുന്ന പ്രവർത്തനങ്ങളുമായി തന്നെ പോലീസ് മുന്നോട്ട് പോകും. ഒരു സംശയവും വേണ്ട. ഓപ്പറേഷൻ തുഫാൻ ഒരു കൊടുങ്കാറ്റിനെ പോലെ ആഞ്ഞടിക്കുകയാണ്. വിജയം കണ്ടേ ഞങ്ങൾ പിന്നോട്ട് പോകും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കേരള പോലീസ് നിങ്ങളെ സഹായിക്കും. നിങ്ങളോടൊപ്പമുണ്ട്. ഒരു ഫോൺ കോൾ മതി, നിങ്ങൾ എടുക്കൽ കേരള പോലീസ് എത്തും. ഈ മയക്കുമരുന്ന് രോഗിയുടെ നടുവൊടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്. ഈ തുറന്ന യുദ്ധം കേരളത്തിലെ അമ്മ പെങ്ങന്മാർക്കിടയിൽ വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനൊരു ക്യാമ്പയിന് തുടക്കം കുറിച്ച നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയോടുള്ള അവരുടെ സ്നേഹവും കടപ്പാടും വളരെ വലുതാണ്. ക്യാമറാമാൻ അർജുൻ ആറന്മുളയ്ക്കൊപ്പം അഭിരാമി പ്രവീൺ, പെഗാസസ് മീഡിയ, പത്തനംതിട്ട. അയ്യോ, ഓടി വന്നേ അച്ഛ, ഓടി വന്നേ. എത്ര പറഞ്ഞാൽ ഈ മനുഷ്യൻ കേക്കില്ല. എത്രയോ പേരെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നു. മോനെ അജി, ഇങ്ങനെ അവർക്കും വേണ്ടേ? മെല്ലെ മോളെ, മെല്ലെ. ഇതിലേക്ക് കണക്ക്. ഇതിപ്പോ ഒന്നിനൊന്ന് കൂടിക്കൂടി വരികയാണല്ലോ. അവളായതുകൊണ്ട് എല്ലാം ക്ഷമിക്കുന്നു. കരയാൻ മാത്രം അറിയാവുന്ന പാവം. എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കാലത്ത് പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടവരല്ലേ. ഇന്നിങ്ങനെയൊക്കെ ആവുമെന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ? പഠിക്കുന്ന കാലം അങ്ങനെയും ഉണ്ടായിരുന്നു. ഒരു കാലം പഠിക്കാൻ മാത്രമല്ലല്ലോ, കല, പാട്ട്, സാഹിത്യം, വാദ്യമേളങ്ങൾ, എല്ലാറ്റിലും എല്ലാവർക്കും എന്തൊരു അഭിമാനമായിരുന്നു അവൻ. ശ്രീധരൻ മാഷിന്റെയും സാവത്രിയമ്മ ടീച്ചറുടെയും മകൻ. എല്ലാറ്റിലും ഒന്നാമനായിരുന്നു എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞ് എങ്ങനെയാ ഈശ്വര ഇങ്ങനെയായി പോയത്? അമ്മേ, അമ്മുമ്മേ. അല്ല, ഇതാര്? അനീഷോ? എപ്പോ വന്നു? ബാ ഇരിക്കും. ഞാൻ ഇന്നലെ വന്നു മാഷേ. നീ ഇപ്പൊ എവിടെയാ? കുറെ ആയല്ലോ കണ്ടിട്ട്. ഞാനിപ്പോ ഷാർജയിലാണ്. ഭാര്യയും മക്കളും നിന്റെ കൂടെ അല്ലേ? അവരും വന്നിട്ടുണ്ടോ? അവരും വന്നിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ അല്ലേ നാട് മിസ്സാവില്ലേ? നീ പറഞ്ഞത് ശരിയാ. നിനക്കെങ്കിലും അത് തോന്നിയില്ല. ആ, ഇതാര്? ചിന്നുമോളോ? ഇവളങ്ങ് വലുതായല്ലോ. വാ ചോദിക്കട്ടെ. ചെല്ലുമോളെ, കുറച്ചു നാളായതുകൊണ്ട് അവള് മറന്നുപോയി കാണും. അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നോക്കി അങ്കിളിനെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മറന്നുപോയോ? നോക്കായിട്ട് കൊണ്ടുവന്നതാ അങ്കിൾ. അനീഷിന് ചായ എടുക്കും. അയ്യോ, ഇപ്പോൾ വേണ്ട. എനിക്ക് അജിയും കൂട്ടി 1-2 ഇടത്തുകൂടെ പോകാനുണ്ട്.
ഞാൻ ഇനി ഒരു ദിവസം എല്ലാവരെയും കൂട്ടി വീണ്ടും വരാം. ശബ്ദം കേട്ടപ്പോഴും മനസ്സിലായി നീ ആയിരിക്കും. നീ എവിടെങ്കിലും പോകാൻ നിൽക്കുവാണോ? എനിക്ക് നിന്നെയും കൂട്ടി 1-2 അടുത്ത് പോകാനുണ്ടായിരുന്നു. അതിനെന്താടാ, ഞാൻ എപ്പോഴേ റെഡി. ടീച്ചറമ്മേ, അപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ട് വരാം. പക്ഷേ ഞാൻ 1-2 തവണ നിന്നെ വിളിച്ചായിരുന്നു. ഈ പ്രാവശ്യം വരുന്നുണ്ടോ അതോ കഴിഞ്ഞ പ്രാവശ്യത്തിനോട്ട് പറ്റിക്കാനാണെന്നറിയാൻ. ഈ പ്രാവശ്യം വരവ് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. കാരണം ലീവിൻ്റെ പ്രശ്നം, പിന്നെ ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ആകെപ്പാടെ പ്രശ്നങ്ങളായിരുന്നു. നല്ലൊരു ഓണമായിട്ട് ഈ പ്രാവശ്യം കൂടി നീ വന്നില്ലായിരുന്നെങ്കിൽ അവിടെ വന്ന് ഞാൻ പൂശിയേനെ. കഴിഞ്ഞ ദിവസം പ്രവീണിനോട് ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തു. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ആ ശരത്തിനെയും ഡേവിഡിനെയും പ്രവീണിനെയും എല്ലാം ഒന്ന് വിളിച്ച്. അതൊക്കെ വിളിക്കാം. അതിനു മുമ്പ് നീ സാധനം എടുക്ക. നിന്റെ ഒരു ആക്രാന്തം, നീ ആ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. ആ, അടിപൊളി. നീയാണളിയ മഹാബലി. നിന്നെ സ്വീകരിക്കാൻ ഞാൻ പ്രജകളെ വരുത്തട്ടെ. കാലമെത്രയകന്നിട്ടും കാലത്തിനീതി നടന്നൊരോണം. കാലമെത്രയകന്നിട്ടും കാലത്തിനീതി നടന്നൊരോണം. ഓണത്തപ്പന് കൂട്ടായി ഇന്നീ നാട്ടിൽ പലവിധങ്ങൾ. ഓണത്തപ്പന് കൂട്ടായി ഇന്നീ നാട്ടിൽ പലവിധങ്ങൾ. നന്മ വിരിയും തിരുവോണം, സ്നേഹം നിറയും തിരുവോണം. ലഹരികൾ മാറും പുതുകാലം, മലയാളികളുടെ പൊന്നോണം. പണ്ടൊക്കെ ഉത്രാടപ്പാച്ചിലിൽ പിറ്റേന്ന് തിരുവോണം. പണ്ടൊക്കെ ഉത്രാടപ്പാച്ചിലിൽ പിറ്റേന്ന് തിരുവോണം. ഇന്നൊക്കെ ഓണം മൊത്തം ലഹരിയിലാണല്ലോ. കാണം വിറ്റുമോണം ഉണ്ട കഥകൾ മാറ്റിയ കാലം. കാണം വിറ്റുമോണം ഉണ്ട കഥകൾ മാറ്റിയ കാലം. ഉണ്ണുന്നതിനേക്കാൾ ഉപരി ലഹരിക്കടിമകളാണല്ലോ. നന്മ വിരിയും തിരുവോണം, സ്നേഹം നിറയും തിരുവോണം. ലഹരികൾ മാറും പുതുകാലം, മലയാളികളുടെ പൊന്നോണം. നന്മ വിരിയും തിരുവോണം, സ്നേഹം നിറയും തിരുവോണം. ലഹരികൾ മാറും പുതുകാലം, മലയാളികളുടെ പൊന്നോണം.
അജീഷ് അകത്ത് കിടക്കുന്നത്. അജീഷിന്റെ സിസ്റ്ററാണ്. ഇത് അച്ഛന്, അമ്മ, ചേട്ടൻ്റെ വൈഫ്. ഡോക്ടർ എങ്ങനെ ഉണ്ട് ചേട്ടന്? സിസ്റ്റർ ഫയലിംഗ്. അപ്പം ഈ അജീഷിൻ്റെ ഈ ആൽക്കഹോൾ പ്രശ്നം വർഷങ്ങളായിട്ടുള്ളതാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഈ അമിതമായ മദ്യപാനം കാരണമായിരിക്കും ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഇത് കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ കരൾ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് എല്ലാം. ഇപ്പോഴത്തെ രക്തപരിശോധനയും ബാക്കി സ്കാനുകളും കാര്യങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. അതുമാത്രമല്ല ലിവർ സിറോസിസ് എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു ഏറ്റവും അവസാനത്തെ സ്റ്റേജായിട്ട് അതിൽ നമ്മുടെ ശരീരത്തിൽ അമോണിയ രക്തത്തിൽ നിറഞ്ഞു നിന്നിട്ട് അത് തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ബോധത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം വരുന്നത് അദ്ദേഹത്തിന്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മളെക്കൊണ്ട് സാധ്യമാകുന്ന നമ്മുടെ കഴിയാവുന്ന അത്ര എല്ലാ ചികിത്സകളും നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞ അവസ്ഥ മോശമാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. നിങ്ങളതുകൊണ്ട് എന്തും നേരിടാൻ നിങ്ങളെ മനസ്സിനെ പാകപ്പെടുത്തുക, തയ്യാറെടുക്കുക. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എപ്പോ എത്തി? ഞങ്ങൾ ഇന്നലെ വൈകിട്ടെത്തി. അളിയൻ എവിടെ? അളിയൻ ഇവിടെ ഉണ്ടായിരുന്നു. മോളെന്തിയെ? മോൾക്ക് കൂട്ടുകാരി കിട്ടിയപ്പോ ഓടിപ്പോയി അവള്. അച്ഛൻ എവിടെ അമ്മേ? അകത്തുണ്ട്, നീ വാ. നീ അവിടെ കിടന്നോ? എഴുന്നേക്കണ്ട. എന്ത് കോലവാടായത്. നിനക്കിതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയായി നടന്നുകൂടെ? ഓണമല്ലേ വരുന്നത്. ചേട്ടാ എല്ലാരെയും ഇത് പേടിപ്പിച്ച്. ഏയ് അവനൊന്നുമില്ല, ഇതിപ്പോഴങ്ങ് മാറില്ലേ അല്ലേടാ? ആഹാ, കാറിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അളിയനായിരിക്കും. എന്താണ് എല്ലാവരോടും ഒരു ചർച്ച? ഒത്തിരി കാലത്തിന് ശേഷമല്ലയോ എല്ലാരും കൂടെ ഒത്തുകൂടുന്നത്. അബി എന്ത് പറയുന്നു? ഓണത്തിന് നമുക്കൊന്ന് അടിച്ചു പൊളിക്കട്ടെ. പിന്നെ വേണ്ടേ അല്ലേ അബി? എന്തായാലും നിങ്ങളെല്ലാം കൂടെ ഒന്ന് ആലോചിക്കുക. തീരുമാനം പെട്ടെന്ന് വേണം. ഇന്ന് ഉത്രാടമാ. ഇന്ന് ഉച്ച കഴിഞ്ഞ് അച്ഛമാർക്കെല്ലാം ഉത്രാടപ്പാച്ചിലെന്നാ പറച്ചില്. നമുക്കിന്നോണം മലയാളത്തിൻ പൊന്നോണം. ഓണം നമുക്കിന്നോണം മലയാളത്തിൻ പൊന്നോണം. തെയ്യക്കൻ തെയ്യക്കൻ താര തക തെയ്യക്കൻ തെയ്യക്കൻ താരാരോ
അത്തം മുതലാനന്ദം 10 നാളുകൾ, 10 നാൾ കേരളത്തിൻ ഉത്സവമേളം. അത്തം മുതലാനന്ദം 10 നാളുകൾ, 10 നാൾ കേരളത്തിൻ ഉത്സവമേളം. തെയ്യക്കൻ തെയ്യക്കൻ താര തക തെയ്യക്കൻ തെയ്യക്കൻ താരാരോ, തെയ്യക്കൻ തെയ്യക്കൻ താര തക തെയ്യക്കൻ തെയ്യക്കൻ താരാരോ. ഓണം നമുക്കിന്നോണം, മലയാളത്തിൻ പൊന്നോണം. ഓണം നമുക്കിന്നോണം, മലയാളത്തിൻ പൊന്നോണം. ഓണക്കളികളിലേർപ്പെട്ടും തൂശനിലയിൽ ചോറുണ്ടും, ഓണക്കളികളിലേർപ്പെട്ടും തൂശനിലയിൽ ചോറുണ്ടും. ഓണമങ്ങനെ നമുക്കു മാത്രമായി, മലയാളത്തിൻ പൊന്നോണം. ഓണമങ്ങനെ നമുക്ക് മാത്രമായി, മലയാളത്തിൻ പൊന്നോണം. തെയ്യക്കൻ തെയ്യക്കൻ താര തക തെയ്യക്കൻ തെയ്യക്കൻ താരാരോ, തെയ്യക്കൻ തെയ്യക്കൻ താര തക തെയ്യക്കൻ തെയ്യക്കൻ താരാരോ. ഓണം നമുക്കിന്നോണം, മലയാളത്തിൻ പൊന്നോണം. ഓണം നമുക്കിന്നോണം, മലയാളത്തിൻ പൊന്നോണം. തെയ്യക്കൻ തെയ്യക്കൻ താര തക തെയ്യക്കൻ തെയ്യക്കൻ താരാരോ, തെയ്യക്കൻ തെയ്യക്കൻ താര തക തെയ്യക്കൻ തെയ്യക്കൻ താരാരോ, തെയ്യക്കൻ തെയ്യക്കൻ താര തക തെയ്യക്കൻ തെയ്യക്കൻ താരാരോ. ഒരു ജീവിതത്തിന്റെ ആഹ്ലാദങ്ങളും പ്രതീക്ഷകളുമെല്ലാം ഇവിടെ അവസാനിക്കുന്നു. ഭാവിയുടെ മഹാ ഇരുളിലേക്ക് ഉറ്റവരെയും ഉടയവരെയും തള്ളിയിട്ടുകൊണ്ട് ഒരു മരണം കൂടി ആവർത്തിക്കുന്നു. മൃത്യുവിനെ ബോധപൂർവം ക്ഷണിച്ചു വരുത്തുന്ന മദ്യത്തിൻ്റെയും മറ്റ് ലഹരികളുടെയും നീരാളിപ്പിടുത്തങ്ങൾ പൊതുസമൂഹത്തെ അനുനിമിഷം കീഴടക്കുകയാണ്. വരും വരായികകൾ അറിഞ്ഞോ അറിയാതെയോ പുതുതലമുറയും ലഹരിയുടെ ഉന്മാദങ്ങളിലേക്ക് നടന്നു കയറുകയാണ്. ഒരു വ്യക്തിയെ, ഒരു വീടിനെ, ഒരു കുടുംബത്തെ, ഒരു നാടിനെ, ഒരു ദേശത്തെ, ഒരു രാജ്യത്തെ യുവതയുടെ മുഴുവൻ കർമ്മശേഷിയെയും ലഹരി ഉപയോഗം കാർന്നു തിന്നുകൊണ്ടേയിരിക്കുന്നു. കൗമാര ജീവിതങ്ങളെപ്പോലും മദ്യവും മയക്കുമരുന്നും പല പേരിലും പല ഭാവത്തിലും കീഴടക്കുന്നു. ഈ ദുരന്തത്തിന് അറുതി വരുത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അതിനുള്ള ബോധോദയമാകട്ടെ ഈ കണ്ണീര്, ഈ വിലാപം, ഈ നിലവിളി. ഈ നിലവിളികളോടൊപ്പമുണ്ട് ഞങ്ങൾ. ഓപ്പറേഷൻ തൂഫാൻ, ദ നർക്കോ ഹണ്ട്. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ യുവതയുടെ ഭാവിയെ കൈപിടിച്ച് രക്ഷിച്ചു നിർത്താൻ ഓപ്പറേഷൻ തൂഫാന്റെ ഈ മഹായജ്ഞത്തിൽ അണിചേരാം. ഇനി ഒരു ലഹരി ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. ലഹരിയോട് എന്നേക്കുമായി നമുക്ക് വിട പറയാം. നല്ല നാടൻ രുചിയും മികച്ച ഗുണമേന്മയുമുള്ള ഉൽപ്പന്നങ്ങൾ തേടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് കേരള ആഗ്രോ ഫുഡ് പ്രോഡക്ട്സ് ആയ ജ്യോതി ഫുഡ്സിന്റെയും ഓസ്കോ പ്രോഡക്ട്സിന്റെയും ഓത്തറൈസ്ഡ് ഡീലറായ നമ്മുടെ പെഗാസസ് മാർക്കറ്റ് നെസ്റ്റ്. ജ്യോതി ഫുഡ്സിന്റെ അച്ചാറുകൾ, തേൻ, സ്ക്വാഷ്, പിന്നെ ഓസ്കോ പ്രോഡക്ട്സിന്റെ സ്പൈസസ്, പുട്ടുപൊടി, അരിപ്പൊടി എന്നിവയൊക്കെ പെഗാസസ് മാർക്കറ്റ് നെസ്റ്റിൽ റെഡിയാണ്. അപ്പൊ തനി നാടൻ രുചിയും നല്ല ഒന്നാന്തരം ക്വാളിറ്റിയും നോക്കുന്നവരാണോ നിങ്ങള്? എങ്കിൽ നിങ്ങളുടെ വിശ്വസ്തമായ തെരഞ്ഞെടുപ്പാണ് പെഗാസസ് മാർക്കറ്റ് നെസ്റ്റ്.